ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കേരള പൊറോട്ടയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തഡാണ് ഇത് ഞാനിവിടെ കാണിക്കുന്നത്. സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യാതെ വീശടിക്കാതെ നല്ല ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു നല്ല കാരമലൈസ്ഡ് ചെയ്ത കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമുക്കതിൻ്റെ കൂടെ 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊരു മാവാക്കി എടുക്കണം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നോക്കിയാൽ മതി. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടുന്നത് വരെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നോക്കിയിട്ട് ഇതുപോലെ ആദ്യത്തിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. അതിന് ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് കൂടി വന്നാൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടി സർഫസിലേക്ക് ഒട്ടാതിരിക്കാനായിട്ട് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ തൂവിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഏകദേശം 1.5-2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് പൊടി തൂവി ഇത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈക്വൽ പോർഷൻസ് ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ നമ്മൾ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ നമുക്ക് 8 വലിയ പൊറോട്ടയാണ് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 8 ഈക്വൽ പോർഷൻസ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 8 ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ബാക്കിയുള്ളത് അപ്പോൾ തന്നെ നനഞ്ഞൊരു കിച്ചൺ ടവൽ വെച്ച് മൂടി വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ ഇതിൽ കുറേശ്ശെയായിട്ട് നമ്മൾ സർഫസിലും അതുപോലെ മാവിൻ്റെ മേലും കുറേശ്ശെയായിട്ട് പൊടി തൂവി ഇതൊരു ഒബ്ലോങ് അല്ലെങ്കിൽ സർക്കിളായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. നല്ല കനം കുറയ്ക്കണമെന്നില്ല. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്നതിനേക്കാളും കനത്തിൽ ഇതൊന്ന് പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു ഒബ്ലോങ് ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് മുമ്പ് പ്ലേറ്റ് ചെറുതായിട്ട് ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്യാം. ഏകദേശം 1 ടീസ്പൂണോളം ഓയിൽ ആദ്യം പ്ലേറ്റിലേക്ക് ഒഴിച്ച ശേഷം ഇതതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം അതിൻ്റെ മേലെ നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം ഓയിലാക്കി കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഓരോ ബോളും പരത്തിയ ശേഷം ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കാം. അതിൻ്റെ ഓരോന്നിൻ്റെയും മേലെ ഓയിലാക്കാൻ മറക്കരുത്. ഏകദേശം 1 ടീസ്പൂണോളം ഓയിൽ എല്ലാത്തിൻ്റെയും മേലെ ആക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ വെക്കുന്നതിനേക്കാളും മാവ് എക്സ്പാൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പരന്ന് വന്നതുപോലെയുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ കാണാം, ഒട്ടും തന്നെ ഫോഴ്സ് എടുക്കാതെ നമ്മളിത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നീണ്ടു വരുന്നുണ്ട്. നല്ലതായിട്ട് വലിഞ്ഞു വരും. ഒട്ടും ഫോഴ്സ് എടുക്കാതെ തന്നെ നന്നായിട്ട് വലിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. നമുക്ക് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് മാവുകൾ തമ്മിൽ ഒട്ടിപ്പോവും. അപ്പോൾ 20 മിനിറ്റ് മുതൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് എടുക്കണം. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പോവും. ഇനി ഈ മാവ് ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നൊന്ന് വലിച്ചെടുത്ത് നല്ല തിന്നായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. ഇതൊട്ടും തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് എടുക്കുക. ഇത് നല്ല തിന്നായിട്ട് വന്നാൽ ഇതുപോലെ കത്തി കൊണ്ട് നമുക്കിതിൻ്റെ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ 2 സൈഡിലും കുറേശ്ശെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിന് ശേഷം നമുക്കിത് 2 സൈഡിലെയും പോർഷൻസ് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇത് 2 സൈഡിലതും ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഇത് 2 സൈഡിൽ നിന്നും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത്
ചുരുണ്ട് വരും. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡിലെ പോർഷൻ മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ചെറിയൊരു പൊറോട്ടയായിട്ട് കിട്ടും. കോയിൻ പൊറോട്ടയ്ക്ക് കിട്ടുന്ന പോലെ ചെറിയ പൊറോട്ടയായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ രണ്ട് സൈഡും ഇതുപോലെ ഒരു സൈഡ് ചുറ്റിയ ശേഷം മറ്റേ സൈഡ് അതിനോട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണെങ്കിൽ വലിയ പൊറോട്ടയായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് വരുന്ന എൻഡ് അതിൻ്റെ അടിയിലേക്കൊന്ന് ടക്ക് ചെയ്ത് വെക്കാം. ഇനി ഇതുപോലെ നമ്മൾ ബാക്കി എടുത്തിട്ടുള്ള മാവും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് അവിടെ ഇവിടെയൊക്കെ കീറുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ എല്ലാം ശരിയായിട്ട് വരും. അതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു കിച്ചൺ ടവൽ വെച്ചൊന്ന് കവർ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഓരോന്നും ചെയ്ത് വെക്കുമ്പോൾ ഡ്രൈ ആയി പോകരുത്. ഞാൻ ഇതിൻ്റെ മുഴുവൻ 8 പൊറോട്ടയും ഇതുപോലെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഏകദേശം 1.5-2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് പരത്തിയെടുക്കാം. ആ സമയം ബാക്കിയുള്ള മാവ് കവർ ചെയ്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കാം. ഇന്നിപ്പോൾ പരത്തിയെടുക്കാൻ ഞാനിവിടെ കൈ വെച്ചാണ് പരത്തുന്നത്. റോളിംഗ് പിൻ വെച്ച് പരത്തുമ്പം അതിൻ്റെ ചുളിവുകളൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ മാക്സിമം കൈ വെച്ച് തന്നെ പരത്താൻ ശ്രദ്ധിക്കുക. ഇതുപോലെ സെൻറ്ററിൽ നിന്ന് 4 ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. ഒരുപാട് കനം കുറക്കണമെന്നില്ല. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഈസി ആയിട്ട് പരത്താൻ പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ കല്ലിൻ്റെ മേലൊന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത ശേഷം പൊറോട്ട പരത്തിയത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഓരോ 30 സെക്കൻഡിലും ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറിൽ ആവുന്നത് വരെ തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓരോ പൊറോട്ട ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയ ശേഷം ചൂടോടെ തന്നെ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. എന്നാലാണ് പൊറോട്ടയുടെ ചുളിവുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ. അതുപോലെ പൊറോട്ട നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ചൂടോടെ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ചൂടാറി കഴിഞ്ഞാൽ ആ ചുളിവുകൾ പിന്നെ വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ചുളിവുകളുള്ള പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഒപ്പം തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. Thank you so much for watching.